മഹാശിവരാത്രി എന്ന് പറയുമ്പോൾ നമ്മളിൽ പലർക്കും ആദ്യം ഓർമ്മ വരിക ഭഗവാൻ ശിവൻ വിഷം കുടിക്കുന്ന സംഭവമാണ്. ഒരുപാട് പ്രത്യേകതകളുള്ള സംഭവമാണത്. ഒരുപാട് പേർ ഇതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ ഇതിനെക്കുറിച്ച് ലഭ്യമാണ്. അതിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാര്യം നിങ്ങളുമായി ഷെയർ ചെയ്യട്ടെ. ചിലർ പറയുന്നു ഇതിൽ ഒരു മെസ്സേജ് ഉണ്ടെന്ന്, രഹസ്യമാക്കി വച്ചിരിക്കുന്ന ഒരു സന്ദേശമുണ്ടെന്ന്. അവർ പറയുന്നത് ഇതാണ്: ഭഗവാൻ ശിവൻ വിഷം കുടിക്കുന്നു, പക്ഷെ അദ്ദേഹം മരിക്കുന്നില്ല. എന്തുകൊണ്ട്? അദ്ദേഹം വിഷം കുടിച്ചു എന്നത് സത്യമാണ്, പക്ഷെ അത് കഴുത്തിന് താഴോട്ട് പോയിട്ടില്ല. എങ്ങനെയായിരുന്നാലും ശരി, അത് കഴുത്തിന് താഴോട്ട് പോയിട്ടില്ല. വിഷം കുടിക്കുന്നതല്ല കുഴപ്പം, അത് കഴുത്തിന് താഴോട്ട് പോകാതെ നോക്കിയാൽ മതി. ഇവിടെ നമുക്കുള്ള സന്ദേശം എന്താണ്? നോക്കൂ, നമ്മളിൽ മിക്ക ആൾക്കാർക്കും എല്ലാ ദിവസവും പലതരം വിഷത്തെ നേരിടേണ്ടി വരുന്നു. വിഷം പിടിച്ച ആൾക്കാരെ, വിഷം പിടിച്ച വാക്കുകളെ, വിഷമുള്ള ചിന്തകളെ, അങ്ങനെ പലതരം വിഷത്തെ. ഒരുപാട് അവോയ്ഡ് ചെയ്യാൻ ശ്രമിച്ചാലും ഇവയിൽ ചിലത് നിങ്ങൾ കുടിക്കുക തന്നെ ചെയ്യും. വിഷം വരട്ടെ, കുഴപ്പമില്ല, പക്ഷെ അവയെ നിങ്ങളുടെ ഉള്ളിലേക്ക് പോകാൻ സമ്മതിക്കാതിരുന്നാൽ മതി. കഴുത്തിന് അവിടെ കൊണ്ട് വിഷത്തെ പിടിച്ചു നിർത്തുക. വിഷമുള്ള ആൾക്കാരായിരുന്നാലും ശരി, അവരുടെ വിഷമുള്ള വാക്കുകളായിരുന്നാലും ശരി, അതല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലെ വിഷമുള്ള ചിന്തകളായിരുന്നാലും ശരി, അവയെ നിങ്ങളുടെ ഉള്ളിൻ്റെ ഭാഗമാകാൻ സമ്മതിക്കരുത്. കഴുത്ത് വരെ, അതുവരെ മാത്രമേ അവ വരാവൂ.